നമസ്കാരം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ കേരളം ചരിത്രപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഭരണകക്ഷിയായിട്ടുള്ള LDFനെ സംബന്ധിച്ച് വളരെ ഞെട്ടിച്ചുകൊണ്ട് UDF സംസ്ഥാനത്തുടനീളം അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അടിത്തറ നഷ്ടപ്പെടുന്നുവെന്ന് കരുതിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും കക്ഷിനില 10-ൽ നിന്ന് 19-ലേക്ക് ഉയർത്താനായിട്ട് UDFന് സാധിച്ചുവെന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഇപ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ്. കൊല്ലം കോർപ്പറേഷനിൽ അപ്രതീക്ഷിതമായിട്ട് അധികാരം പിടിച്ചെടുക്കാനും കോഴിക്കോട് നഗരസഭയിൽ നേരിയ വോട്ടുകൾക്ക് മാത്രം അധികാരം നഷ്ടപ്പെട്ടെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാനും അവർക്ക് സാധിച്ചു. മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖലകളിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് UDF തൂത്തുവാരിയ കാഴ്ചയാണ് കാണുന്നത്. ഗ്രാമീണ മേഖലകളിലും അതോടൊപ്പം തന്നെ നഗരങ്ങളിലും ഒരുപോലെ UDFന് അനുകൂലമായ ഒരു തരംഗം രൂപപ്പെട്ടുവെന്നും അത് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലുകളെ പോലും മറികടക്കുന്നതായിരുന്നുവെന്നും വ്യക്തമാണ്. സ്ഥിതിവിവര കണക്കുകളെയൊക്കെ തന്നെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ 2020 തെരഞ്ഞെടുപ്പിൽ LDF നേടിയ തിളക്കത്തേക്കാൾ വലിയ മുന്നേറ്റമാണ് 2025 UDF സ്വന്തമാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിലെയും കോർപ്പറേഷനുകളിലെയും നഗരസഭകളിലെയും ഒക്കെ തന്നെ വോട്ടുകൾ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ വോട്ട് വിശകലനത്തിൽ UDF ബഹുദൂരം മുന്നിലാണ്. 2020 79.7 ലക്ഷം വോട്ടുകൾ നേടിയ UDF ഇത്തവണ അത് 89.69 ലക്ഷമായി ഉയർത്തി. അതായത് 10 ലക്ഷത്തിലധികം വോട്ടുകളുടെ വർധനവ്. അതേസമയം LDFൻ്റെ വോട്ട് വിഹിതത്തിൽ ഏകദേശം 2.32 ലക്ഷം വോട്ട് കുറവുണ്ടായിട്ടുണ്ട്. നിലവിൽ LDFനേക്കാൾ 7.5 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ അധികമായിട്ട് നേടിയ UDF ഈ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുകയാണെങ്കിൽ 80 സീറ്റുകൾ വരെ നേടി ഭരണത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതയാണ് പ്രമുഖ മാധ്യമങ്ങളുടെ സർവേകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് മാറിയപ്പോൾ മധ്യ തിരുവിതാംകൂർ മേഖലകളിൽ UDF വലിയ കുതിപ്പാണ് നടത്തിയത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ UDFന് ലഭിച്ച പിന്തുണ ഭരണപക്ഷത്തിൻ്റെ തന്ത്രങ്ങളെ പോലും അപ്രസക്തമാക്കിയിരിക്കുകയാണ്. LDF സർക്കാരിൻ്റെ ഭരണരീതികളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് ഇതിലൂടെ നമുക്ക് കരുതാൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങൾ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്നതിൻ്റെ സൂചനയാണ് ഈ വൻ വിജയം വിലയിരുത്തപ്പെടുന്നത്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ കരുനീക്കങ്ങളെ മറികടന്നുകൊണ്ട് ജനം മാറ്റത്തിന് വോട്ട് ചെയ്തപ്പോൾ അത് UDFന് ലഭിച്ച വലിയൊരു അംഗീകാരവും ഒപ്പം ഉത്തരവാദിത്വവുമായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ചരിത്ര വിജയത്തിനിടയിലും ആഭ്യന്തര കലഹങ്ങൾ UDFന് വെല്ലുവിളിയായി മാറുന്നുണ്ട്. എന്നാൽ തന്നെയും വിജയം ഇപ്പോൾ കൈപ്പിടിയിലായതോടെ ആഹ്ലാദ തിമിർപ്പിലായ നേതാക്കൾക്കിടയിൽ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പലയിടത്തും പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദീർഘകാല രാഷ്ട്രീയ പരിചയമുള്ള AICC അംഗവും KPCC ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ളവർ പുതിയ തടസ്സവാദങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ലത്തീൻ കത്തോലിക്ക സമുദായ പരിഗണനകൾ മുൻനിർത്തി ദീപ്തിയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഗ്രൂപ്പ് പോരുകളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം കുത്തിത്തിരിപ്പുകൾ വിജയത്തിൻ്റെ തിളക്കം കുറയ്ക്കുമെന്നും ജനവിശ്വാസം തകർക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. മറുഭാഗത്ത് BJPയുടെ പ്രകടനം അത് കേരളത്തിലെ നഗര രാഷ്ട്രീയത്തിൽ പുതിയ ഭാവങ്ങൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ടുകൾ അധികമായിട്ട് നേടാൻ BJPക്ക് സാധിച്ചുവെന്നത് നിസ്സാരമല്ല. എല്ലാ വാർഡുകളിലും മത്സരിക്കാതിരുന്നിട്ടും 32.17 ലക്ഷം വോട്ടുകൾ നേടാനായിട്ട് അവർക്ക് സാധിച്ചു. പലയിടത്തും സിറ്റിംഗ് വാർഡുകൾ നഷ്ടപ്പെട്ടത് BJPക്ക് നിരാശ നൽകുന്നുണ്ടെങ്കിൽ പോലും നഗരമേഖലകളിൽ അവർ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 93 കോർപ്പറേഷൻ വാർഡുകളിൽ വിജയിച്ച BJP 65 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 35 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP നിർണായകമായ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് NDA ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. അവസാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ LDF മന്ത്രിസഭയിലെ പ്രമുഖരുടെ നില പരുങ്ങലിലാണെന്നും വ്യക്തമാക്കുന്നു. റോഷി അഗസ്റ്റിൻ, V അബ്ദുറഹ്മാൻ, വീണ ജോർജ്, OR കേളു, P രാജീവ് തുടങ്ങിയ 5 മന്ത്രിമാരുടെ അവസ്ഥ അതീവ ദയനീയമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, MP രാജേഷ്, V ശിവൻകുട്ടി, KB ഗണേഷ് കുമാർ, VN വാസവൻ എന്നിവരുടെയൊക്കെ മണ്ഡലങ്ങളിലും വോട്ട് നില വിജയസാധ്യതയ്ക്ക് താഴെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഭരണപക്ഷത്തിന് അഗ്നിപരീക്ഷയായിരിക്കും എന്ന കാര്യത്തിലാണ്. UDF അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും BJP അവരുടെ നഗര സ്വാധീനം വോട്ടാക്കി മാറ്റുകയും ചെയ്താൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമായും മാറാൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ നിർണായകമായി മാറുന്നതായിരിക്കും.